الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا. സ്നേഹവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അഖില ലോക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരും അതിൽ നിന്നും അള്ളാഹുവിൻ്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ അഥവാ മുസ്ലിങ്ങൾ ആക്കുകയും ചെയ്ത റബ്ബിന് നാം നമ്മുടെ സദാസമയങ്ങളിലും എത്ര കണ്ട് ശുക്ർ നന്ദി ചെയ്താലും മതിയാവുകയില്ല. കാരണം വഴി അറിയാത്ത അല്ലെങ്കിൽ ലക്ഷ്യബോധം ഇല്ലാത്ത അല്ലെങ്കിൽ അതിന് ഉത്ബോധനമില്ലാത്ത ഒരു സമൂഹമല്ല നാം മുസ്ലിങ്ങൾ. പ്രത്യേകിച്ച് അള്ളാഹു നമുക്ക് നൽകുന്ന ഈ വെള്ളിയാഴ്ച ദിവസം വിശ്വാസികളെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അള്ളാഹുവിനെ പറ്റിയും അവൻ്റെ മാർഗത്തിലുള്ള ജീവിതത്തെപ്പറ്റിയും ഉത്ബോധനവും അതനുസരിച്ചുള്ള ജീവിതത്തിനുള്ള മനസ്സുമൊക്കെ ലഭിക്കുക എന്നത് മറ്റേതൊരു വിഭാഗത്തിനും ലഭിക്കാത്ത നമുക്ക് മാത്രം ലഭിച്ച ഒരനുഗ്രഹമാണ്. അള്ളാഹുവിന് നമ്മുടെ ജീവിത അന്ത്യം വരെയും നന്ദിയിലായി ശുക്രിലായി ജീവിക്കാൻ അള്ളാഹു നമുക്കും എല്ലാ മുസ്ലിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ എങ്ങനെയാണ് നാം ഇവിടെ ജീവിക്കേണ്ടതെന്ന് പ്രതിപാദിച്ചതിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഇസ്രാഫ് അഥവാ ധൂർത്ത് അല്ലെങ്കിൽ പൊങ്ങച്ചം പാടില്ല എന്നത്.
ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസങ്ങളിൽപ്പെട്ടതാണ് സാമ്പത്തിക ഞെരുക്കം. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട എന്നല്ല, അതിൻ്റെ കാരണം ഇത് മാത്രമാണ്. വിശുദ്ധ ഖുർആനിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിലും സ്വഹാബികളുടെ ജീവിതത്തിലുമെല്ലാം ഇസ്രാഫ് അഥവാ ധൂർത്തിനെ കണിശമായി വിമർശിച്ചതും ഗുരുതരമായ ഒരു തെറ്റായി അതിനെ പരിചയപ്പെടുത്തിയതായും, ധൂർത്തായ നിലയിൽ ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾ പിശാചിൻ്റെ സഹോദരങ്ങളാണെന്നും നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് നിങ്ങൾ ചെന്നു ചാടും എന്നും അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട്. ധൂർത്തന്മാരായ ആളുകൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നും അവർ പരാജയപ്പെടുമെന്നും അള്ളാഹു നമ്മെ ഉണർത്തുന്നു. അതായത് സത്യവിശ്വാസികളുടെ അടയാളങ്ങൾ അള്ളാഹു പറഞ്ഞ കൂട്ടത്തിൽ അവൻ പറഞ്ഞതും അവർ ധൂർത്തന്മാരല്ല എന്നതാണ്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. സത്യവിശ്വാസികളും വിശ്വാസിനികളും അവർ ഒരിക്കലും ധൂർത്തന്മാരാവുകയില്ല, അതിനിടയിൽ മധ്യ നിലപാട് സ്വീകരിച്ചവരായിരിക്കും അവർ. വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുതുഹാ കുല്ലൽ ബസ്തി ഫതഖഉദ മലൂമൻ മഹ്സൂറ. ഒന്നും ചെലവഴിക്കാതെ നിന്റെ കൈ നീ പിരടിയിലേക്ക് കെട്ടപ്പെട്ട നിലയിലാക്കരുത്, അഥവാ മൊത്തം പിശുക്കനായി നീ ജീവിക്കരുത്. എന്നാൽ എല്ലാം അങ്ങ് ചെലവഴിക്കാമെന്ന് വിചാരിച്ച് കിട്ടുന്നത് മൊത്തം നീ നശിപ്പിച്ച് കളയുകയും ചെയ്യരുത്. അങ്ങനെ ഉണ്ടായാൽ ഫതഖഉദ നിന്റെ അവസ്ഥ ആയിപ്പോകും, അല്ലെങ്കിൽ നീ ഇരുന്നു പോകും. മലൂമൻ മഹ്സൂറ ആക്ഷേപാർഹനും കഷ്ടപ്പെട്ടവനുമായി തീരും, ജീവിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ധൂർത്തിനെതിരിലും ധൂർത്ത് ഉണ്ടായാൽ അതിൻ്റെ പിന്നീട് ഉണ്ടാകുന്ന പരിണിതിയെ സംബന്ധിച്ചും അവസ്ഥകളെ സംബന്ധിച്ചും അള്ളാഹു നമ്മെ ഉണർത്തുകയാണ്. വിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദര സഹോദരിമാരെ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അടിച്ചുപൊളിയാണ്. നമ്മുടെയൊക്കെ ഉപ്പമാരും ഉപ്പാപ്പമാരും ഒക്കെ ജീവിച്ചിരുന്ന ഒരു ജീവിത രീതിയല്ല അള്ളാഹു നമ്മുടെ കയ്യിലേക്ക് അല്പം സമ്പത്ത് തുറന്നു തന്നപ്പോൾ നാം ജീവിതത്തെ തിരഞ്ഞെടുത്തത്. അവർ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ധരിക്കുന്നതിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും എല്ലാ മേഖലകളിലും അവർ ചുരുങ്ങിയ ചിലവ് ചെയ്ത് ജീവിക്കുകയും നാളത്തേക്ക് വേണ്ടി സമ്പാദിക്കുകയും കുറച്ചൊക്കെ അവർ മറ്റു സഹജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നാം ഇന്ന് നമുക്ക് അള്ളാഹു നൽകിയ പല വിധത്തിൽ നാം കച്ചവടം ചെയ്തും അല്ലാതെയുമൊക്കെ നമുക്ക് അള്ളാഹു നൽകുന്ന സമ്പത്ത്, നമുക്ക് ലഭിച്ച സമ്പത്ത് അടിച്ചു പൊളിച്ച് എല്ലാ മേഖലകളിലും ഇന്ന് നാം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പ് കുത്തുന്ന അവസ്ഥ സംജാതം അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്നു. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സകന. സമാധാനം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നാം വീട് നൽകിയത് എന്ന് അള്ളാഹു നമ്മെ ഉപദേശിക്കുകയാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇന്ന് സമാധാനം ഉണ്ടോ? ഉണ്ടായിരുന്ന ഒരു കൊച്ചു വീട് നശിപ്പിച്ച് വലിയ വീട് പണിത് തികയാതെ വന്നപ്പോൾ കടം വാങ്ങി, അതും തികയാതെ വന്നപ്പോൾ ലോൺ എടുത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ വന്ന് അതിനെ വിൽക്കുന്നവരും, പൂർത്തീകരിച്ച് 1 വർഷം കഴിയുന്നതിന് മുമ്പ് അതിനെ വിൽക്കുന്നവരും, പിന്നീട് മുമ്പുണ്ടായിരുന്ന കൊച്ചു വീട് ഉള്ള സ്ഥലം പോലും ഇല്ലാതെ വാടകയ്ക്കും
പാടില്ലാത്ത പണയത്തിനുമൊക്കെയായി താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമ്മോടൊപ്പമുണ്ട്. അള്ളാഹു പറഞ്ഞു, സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് വീട് നൽകിയതെന്ന്. നമ്മുടെ വീടുകളിൽ നമുക്ക് സമാധാനം ഇല്ല. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? വാഹനത്തെ ഒരു നന്മയായും ഒരു പുണ്യമായും അള്ളാഹു പരിചയപ്പെടുത്തുന്നു. വാഹനത്തിൽ നിങ്ങൾ കയറി യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അള്ളാഹു പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലും പ്രത്യേക ദുആകൾ പഠിപ്പിക്കുന്നു. പക്ഷേ നമുക്ക് അള്ളാഹു നൽകിയ വാഹനം ഒരൽപ്പം സമ്പത്ത് നമ്മുടെ കയ്യിൽ വരുമ്പോഴേക്കും അതെടുത്തു മാറ്റി വിപുലമായ വാഹനത്തിലേക്ക് കയറുന്നു. തികയാതെ വരുമ്പോൾ ലോൺ എടുക്കുന്നു. അടച്ച് തീരാതെ വരുമ്പോൾ അവർ ബലപൂർവം എടുത്തുകൊണ്ട് പോകുന്നു. ഇവൻ കടക്കാരനാകുന്നു, ഗത്യന്തരമില്ലാതെയാകുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? ഉണ്ടായിരുന്ന മാന്യമായി സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനത്തെ നാം ഇനി എനിക്കിത് പോരാം എന്നുള്ള ധാരണയിൽ അവൻ ഉള്ളതും നശിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് വസ്ത്രം ഞാൻ നൽകിയത് നിങ്ങളുടെ ഔറത്തുകൾ മറയ്ക്കാനും ഭംഗിക്കും വേണ്ടിയാണ്. പക്ഷെ നാം ഇന്നതിനെ വസ്ത്രങ്ങൾ ഔറത്ത് മറയ്ക്കാനും ഭംഗിയും എന്നുള്ള രീതി മാറ്റിയിട്ട് പൊങ്ങച്ചത്തിനും ആഡംബരത്തിനും പവർ നടിക്കാനും അഹങ്കരിക്കാനുമായി മാറ്റിയപ്പോൾ നമ്മുടെ വീടുകളിൽ വസ്ത്രങ്ങൾ കുന്നുകൂടി. ഔറത്ത് മറയ്ക്കാൻ കൊള്ളുന്ന ഒരു വസ്ത്രം പോലും അതിൽ ഇല്ലാത്ത അവസ്ഥയായി. വീട്ടിലുള്ള ഭാര്യമാരും പെൺകുട്ടികളും ആൺകുട്ടികളും കുടുംബനാഥനും മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒക്കെ വസ്ത്രം വാങ്ങുന്ന അവസ്ഥ ഉണ്ടായി. ഒരു കാലഘട്ടത്തിൽ നാം ഔറത്ത് മറയ്ക്കാൻ വേണ്ടി വാങ്ങുന്ന വസ്ത്രമല്ല ഇന്ന് 10,000 രൂപ കൊടുത്ത് നാം വാങ്ങുന്ന വസ്ത്രം. നാം ദരിദ്രരാവാനുള്ള 100 കാരണങ്ങളിൽപ്പെട്ടതാണ് ഇതെല്ലാം. പക്ഷെ ഞാനും നിങ്ങളും അത് മനസ്സിലാക്കുന്നില്ല. ഭക്ഷണം നമുക്ക് വീട്ടിൽ ഉള്ളത് പോരാഞ്ഞിട്ട് നാം പുറത്തുപോയുള്ള ഭക്ഷണത്തിലേക്ക് ബഹുഭൂരിഭാഗം ആളുകളും ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ടൗണിലെല്ലാം മാറി. ആർക്കും വീട്ടിൽ പാകം ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ സൗകര്യമില്ല, അല്ലെങ്കിൽ മടിയാണ്. ഓർഡർ ചെയ്യുന്നു. വിഷം കലർന്ന ഭക്ഷണം നാം കഴിക്കുന്നു. അത് മുഖേന നാം നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നു. ആശുപത്രിയിലേക്ക് നാം പെട്ടെന്ന് നടന്നെടുക്കുന്നു. അങ്ങനെ മരണത്തിലേക്കും അവശതയിലേക്കും. വിശ്വസിച്ചവരെ, നിങ്ങൾ കുലൂമിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും വലാ തത്ഗൗ ഫീഹി. നിങ്ങൾക്ക് നാം നൽകിയ ഭക്ഷണത്തിൽ നിന്നും നല്ലതേ നിങ്ങൾ കഴിക്കാവൂ, അതിൽ നിങ്ങൾ അതിരുവിടരുത്. ഓമൻ വലാ തത്ഗൗ ഫീഹി ഫയഹില്ല അലൈക്കും ഗളബി. ഭക്ഷണത്തിൽ നിങ്ങൾ അതിരുവിട്ടാൽ, വസ്ത്രത്തിൽ നിങ്ങൾ അതിരുവിട്ടാൽ, വാഹനത്തിൽ നിങ്ങൾ അതിരുവിട്ടാൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ അതിരുവിട്ടാൽ, അവൻ എൻ്റെ കോപത്തെ ഏറ്റുവാങ്ങിയവനാണ്. ആരെങ്കിലും എൻ്റെ കോപം ഏറ്റുവാങ്ങിയാൽ അവൻ നശിച്ചത് തന്നെ. ആ വാക്ക് നമ്മിൽ പുലർന്നിരിക്കുകയല്ലേ സഹോദരങ്ങളെ? കടക്കാരനായി ഒരു ഗതിയുമില്ലാതെ രക്ഷയില്ലാതെ ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മോടൊപ്പം ജീവിക്കുന്നത് എന്നല്ല നാം തന്നെ. അതുപോലെ തന്നെ മാമൂലുകൾ വീടിൻ്റെ വിഷയത്തിലാണെങ്കിലും വസ്ത്രത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും കുട്ടികൾ ജനിക്കുമ്പോഴാണെങ്കിലും അത് ആൺകുട്ടിയാണെങ്കിൽ ഒന്ന് വേറെ, പെൺകുട്ടിയാണെങ്കിൽ ഒന്ന് വേറെ. അതുപോലെ തന്നെ മരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് മാമൂലുകളും കാട്ടിക്കൂട്ടലുകളും ഓരോ ദിവസവും പുതിയതായി നമ്മിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം നാം സമ്പത്ത് ചെലവഴിക്കുന്നു. ഇതൊന്നും ഇസ്ലാം പറഞ്ഞതോ പഠിപ്പിച്ചതോ അല്ല. അതുപോലെ തന്നെ നമ്മുടെ വിവാഹം ഇസ്ലാം പുണ്യമായി പഠിപ്പിച്ചതും പരിചയപ്പെടുത്തിയതും എൻ്റെ ചര്യയാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുമാണ്.
ഞാനിനി വിവാഹം കഴിക്കാതെ എപ്പോഴും ഇബാദത്തിലായി കഴിഞ്ഞുകൂടും എന്ന് തീരുമാനമെടുത്ത തൻ്റെ സഹചാരിയോട് നബി പറഞ്ഞത് ശരിയല്ലെന്നും, നിങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ഭയം ഉള്ളവൻ, പേടിയുള്ളവൻ, തഖ്വയുള്ളവൻ ഞാനാണെന്നും, ഞാൻ വിവാഹം കഴിക്കും, എനിക്ക് മക്കളുണ്ടാകും എന്നൊക്കെ പഠിപ്പിക്കുകയും ഇതിനപ്പുറത്തേക്ക് ഒരാൾ വിവാഹം ഇല്ലാതെ ഇബാദത്തിൽ തന്നെയായി കഴിഞ്ഞുകൂടുന്നത് പാടില്ലെന്നും എന്നേക്കാൾ വലിയ മുത്തഖിയില്ലെന്നും ഒക്കെ നമ്മെ പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10-11 വിവാഹം നടത്തി നമ്മെ കാട്ടിത്തന്നു. തങ്ങളിൽ നിന്നും ദീൻ പഠിച്ച സ്വഹാബികൾ വിവാഹിതരായി. തൻ്റെ ഒരു അനുയായിയുടെ വസ്ത്രത്തിൽ മഞ്ഞ നിറം കണ്ടപ്പോൾ എന്താണിതെന്ന് തിരക്കിയ നബിയോട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്നലെ വിവാഹിതനായി എന്നാണ്. തൻ്റെ ജീവനേക്കാൾ താൻ സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ പോലും അറിയാതെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. അദ്ദേഹത്തോട് നബി പറഞ്ഞു, ഔലിം വലൗ ബിശാത്തി, ഒരു കൊച്ചാടിനെ അറുത്തിട്ടാണെങ്കിലും ചെറിയൊരു സൽക്കാരം നടത്തണം വിവാഹത്തിന്, ചെറിയൊരു പരസ്യം. നാം ഇന്നത് ഏത് നിലയിലാക്കി മാറ്റി സഹോദരങ്ങളെ, സഹോദരിമാരെ. എത്ര ദിവസമാണ് വിവാഹത്തിൻ്റെ പേരിൽ നാം അടിച്ചു പൊളിക്കുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് ഏതെല്ലാം പേരുകളാണ് അതിന് നാം നൽകുന്നത്. എല്ലാവരും ഒരേ കളറ്. ആരാണിത് കൊണ്ടുവന്നത്? പച്ചയെന്നും വെള്ളയെന്നും കറുപ്പെന്നും മഞ്ഞയെന്നും പേരിട്ട് ആരാണ് ഈ ദൂർത്തി ഇവിടെ കൊണ്ടുവന്നത്? ഇസ്ലാം നമ്മെ പരിചയപ്പെടുത്തിയ അനുഗ്രഹീതമായ വിവാഹം, അതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട് ഇസ്ലാമിന്. ഒരു ഉത്തമമായ ഒരു സമൂഹം, ഒരു സമുദായം ഇവിടെ വളർന്നു വരണം. അതിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. വിവാഹവും അങ്ങനെ തന്നെയാണ്. അതിൽ നാം പൊങ്ങച്ചവും കാട്ടിക്കൂട്ടലുകളും കടത്തിക്കൂട്ടലുകളും നാം ഉണ്ടാക്കിയപ്പോഴാണ് പിന്നീട് ആ വിവാഹബന്ധം തുടർന്നു പോകാതെ വരുന്നതും, ചിലത് തുടർന്നു പോകുന്നത് തന്നെ അതിൽ നിന്നും വിരിയുന്ന സമൂഹത്തിലുള്ള ആളുകൾ അവർ ഇസ്ലാമിനെ അവഹേളിക്കുന്നതും അവഗണിക്കുന്നതും ഇതിൻ്റെയൊക്കെ പരിണിതിയാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ വിവാഹത്തിലും നാം ധൂർത്തന്മാരായി മാറി. ഇങ്ങനെ എല്ലാ മേഖലകളിലും നാം ധൂർത്തന്മാരായപ്പോൾ നമുക്ക് നിത്യജീവിതത്തിന് രക്ഷയില്ലാതെ, ഗതിയില്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് എല്ലാ ആളുകളും. വളരെ കുറച്ച് ആളുകൾ മാത്രം എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടാവും. മിക്ക ആളുകളോടും സംസാരിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു രക്ഷയുമില്ല എന്ന അവരുടെ സംസാരം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, ആഡംബര പ്രിയനെയും പൊങ്ങച്ചക്കാരനെയും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല, സ്നേഹിക്കുകയില്ല. അവൻ അള്ളാഹു അനുഗ്രഹം നൽകുകയില്ല. വലാ തുബദ്ദിർ തബ്ദീറ, അനധികൃതമായി അല്ലെങ്കിൽ അതിർത്തി വിട്ട് നീ ഒന്നും ചെലവഴിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, പിശാചുക്കളുടെ സഹോദരങ്ങളാണവർ. അവനോ റബ്ബിനോട് നന്ദിയില്ലാത്തവനുമാണ്. വസ്ത്രം നെരിയാണിയുടെ താഴേക്ക് പോകരുത്. ഇസ്ലാം കർശനമായി നിരോധിച്ചതാണ്. ഫൗബുൽ മുഅ്മിനി നിസ്ഫു സാഖ്, വിശ്വാസിയുടെ വസ്ത്രം തണ്ടൻ കാലിൻ്റെ പകുതിയാണ്. പറ്റൂലെങ്കിൽ അല്പവും കൂടി താഴേക്ക്, വേണമെങ്കിൽ ഒരല്പവും കൂടി. ഒരു കാരണവശാലും നെരിയാണിയുടെ താഴേക്ക് വിശ്വാസിയായ ഒരു പുരുഷൻ്റെയും വസ്ത്രം പോകാനേ പാടില്ല. മാ അസ്ഫല മിനൽ കഅബൈൻ, 2 നെരിയാണിക്ക് താഴെ പോകുന്ന വസ്ത്രം ഫിന്നാർ, നരകത്തിൽ. അതായത് അവൻ നരകത്തിലാണ്. എന്താണ് ഇത്ര വലിയ തെറ്റ് വരാൻ കാരണം? നെരിയാണിയുടെ താഴേക്ക് വസ്ത്രം പോകുമ്പോഴേക്കും എന്ത് സംഭവിച്ചു?
അതാവശ്യമില്ലാത്ത ഒന്നാണ്. അത്ര വസ്ത്രം അവൻ എന്തിന് താഴേക്കിടണം? അവൻ അഹങ്കാരിയായി മാറും. മാത്രവുമല്ല, അതോടൊപ്പം തന്നെ അവൻ്റെ അത്രയും വസ്ത്രം, നെരിയാണിയുടെ താഴേക്ക് പോകുന്ന അത്രയും വസ്ത്രത്തിന് അവൻ കൊടുക്കുന്ന പൈസ ധൂർത്താണ്, ആവശ്യമില്ലാത്തതാണ്. മരിച്ചാൽ 3 പൊതിയേണ്ടത് എൻ്റെ ഒരു 10 പൈസയുള്ളവന് കുറച്ച് വിപുലമായ വസ്ത്രവും ആക്കിക്കൂടെ? മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ ധൂർത്തായ നിലയിൽ നമ്മോട് പറഞ്ഞു പറ്റൂല. കാരണം അത് നുരമ്പിക്കാനുള്ളതാണ്. നല്ലത് ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഭക്ഷണമെങ്ങാനും താഴെ പോയാൽ എടുത്തത് അഴുക്ക് നീക്കി കഴിക്കണമെന്ന ഇസ്ലാമിൻ്റെ കൽപ്പന. എന്തിനാണത്? ഒരു കാരണവശാലും താൻ കഴിക്കുന്നത് നഷ്ടപ്പെടുത്തി കളയരുത്, അത് ധൂർത്താണ്. ഒരിക്കൽ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു മാർക്കറ്റിലൂടെ ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഒരു സഞ്ചിയായി വരുന്നത് കണ്ടു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ മാംസമാണ്, എന്തിനാ കറി വയ്ക്കാൻ. പിറ്റേ ദിവസവും അദ്ദേഹത്തെ കണ്ടപ്പോൾ കയ്യിലൊരു സഞ്ചി, ഇതെന്താണ്? അത് മാംസമാണ്, എന്തിനാ കറി വയ്ക്കാൻ. അദ്ദേഹം ചോദിച്ചു, ഇതെന്താ? ദിവസവും ഇതാണ്. സഹോദരങ്ങളെ, നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തെ നാം കൃത്യമായ ഒരു ടൈം ടേബിളിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. പൈസ ഉണ്ട് എന്ന് വിചാരിച്ച് ലാവിഷായി ആഡംബരമായി ചെലവഴിക്കാനുള്ളതല്ല. പൈസയ്ക്ക് പൈസയുടേതായ, സമ്പത്തിന് സമ്പത്തിൻ്റെതായ മൂല്യമുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വുളൂ ചെയ്യുകയാണ്. അദ്ദേഹം 3 കൂടുതൽ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ കഴുകുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, സഅദേ, ഇതെന്താ? എന്തൊരക്രമമാണ് നീ കാണിക്കുന്നത് എന്ന അർത്ഥത്തിൽ. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, വുളൂവിലുമുണ്ടോ ഇസ്രാഫ്, തെറ്റുണ്ടോ? നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ, നീ വലിയ ഒരു പുഴയിൽ നിന്നാണ് വുളൂ ചെയ്യുന്നതെങ്കിൽ പോലും ഇസ്രാഫുണ്ട്, 3 കൂടുതൽ പാടില്ല. പുഴയിൽ എന്നാൽ വെള്ളത്തിനൊരു തടസ്സവുമില്ല. എന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉപദേശിച്ചത് 3 കൂട്ടാൻ പാടില്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലെ ഉദ്യോഗസ്ഥനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു. അദ്ദേഹത്തോട് ചെയ്ത ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയ്യാക വതനഉമ, ധൂർത്ത്, ഇസ്രാഫ്, അമിതമായി ചെയ്യുന്നത് സൂക്ഷിക്കണം മുആദേ എന്ന. ഫൈന ഇബാദല്ലാഹി ലൈസു ബിൽ മുതനഇമി, അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ ധൂർത്തന്മാരല്ല, അവർ ആഡംബരപ്രിയരല്ല. ഇന്നല്ലാഹ കരിഹലക്കും ഖീല വഖാല, കണ്ടതും കേട്ടതുമൊക്കെ പറയൽ റസൂൽ അള്ളാഹു വെറുത്തിരിക്കുന്നു. ചില ആളുകളുണ്ട്, അവിടെ കണ്ടതും ഇവിടെ കേട്ടതും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കും, അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. വകസറത്തുസ്സുആൽ വഇദാഅത്തുൽ മാൽ, സമ്പത്ത് ആവശ്യമില്ലാതെ ചെലവഴിക്കലും. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെന്തോ അത് നാം വാങ്ങുക. സ്ത്രീകൾ അത് ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നശിപ്പിച്ച് കളയുന്ന നിലയിൽ, ഉപയോഗശൂന്യമായ നിലയിൽ ഭക്ഷണത്തെ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ചില വീടുകളുണ്ട്, ഓരോ പ്രാവശ്യവും അവർ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അധികമായി തയ്യാറാക്കും. അതൊരിക്കലും പാടില്ല, എന്നിട്ടത് നഷ്ടപ്പെടുത്തി കളയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീൻ പഠിച്ച സ്വഹാബികൾ എല്ലാ മേഖലകളിലും അവർ ദീനിനെ നബിയിൽ നിന്നും പഠിച്ചു, അവർ മനസ്സിലാക്കി. അങ്ങനെയായിരുന്നു ഒരു ഉത്തമ സമൂഹം ഇവിടെ വളർന്നു വന്നത്. ഈ പുന്നാര റസൂലിൻ്റെ വീട് പോലും 10 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു ഹുജറയായിരുന്നു. വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം, ഒരു അധ്യായത്തിൻ്റെ പേര് ഹുജുറാത്ത് എന്ന. ഹുജുറാത്ത് എന്ന് പറഞ്ഞാൽ മുറികൾ എന്ന. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രവാചക പത്നിമാരുടെ,
മുറികൾ, വീടുകളല്ല മുറികൾ. അവർക്കാർക്കും നാം ഇന്ന് താമസിക്കുന്നത് പോലെയുള്ള വീടുകൾ ഉണ്ടായിരുന്നേയില്ല. അവരെല്ലാവരും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരിൽ നിന്നും അത്യാവശ്യം സമ്പത്തുള്ളവരായിരുന്നു. അവർ ഒരു വീട് എന്നുള്ള നിലയിൽ ആ മുറിയെ അവർ ഇഷ്ടിക കൊണ്ട് പണിതപ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയോ വെറുപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്തത്. പ്രവാചകരെ, അങ്ങക്ക് ഞങ്ങളൊരു വീടുണ്ടാക്കി തരാം, അത്യാവശ്യം സൗകര്യത്തിനുള്ളത്. വേണ്ട, മൂസയുടെ ടെന്റ് പോലത്തെ ഒരു ടെന്റ് കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നു എന്ന മുബാറക്കായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏത് നാട്ടിലാണെന്ന് വിചാരിക്കണം. ചൂടാണെങ്കിൽ കരിഞ്ഞു പോകുന്ന ചൂട്, തണുപ്പാണെങ്കിൽ രക്തം കട്ട പിടിക്കുന്ന തണുപ്പുള്ള ഒരു പ്രദേശത്ത് താമസിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ മുഴുവൻ വിനയാന്വിതനായി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഡ്രസ്സിൽ 12ഓളം കഷ്ണങ്ങൾ തുന്നി വച്ചിരുന്നു. അവർ അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. അവർക്ക് വേറൊന്ന് വാങ്ങാൻ കഴിവില്ലാതിരുന്നിട്ടല്ല. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വ്യാപിക്കുകയും സമ്പത്ത് കുന്നുകൂടുകയും ചെയ്തത്. പക്ഷേ അടിച്ചു പൊളിക്കാനല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇതെല്ലാം റസൂലിൽ നിന്നും ഖുർആനിൽ നിന്നും ദീൻ പഠിച്ചു മനസ്സിലാക്കിയ ആ പുണ്യാത്മാക്കൾ ദീനിനെ യഥാവിധി ഉൾക്കൊള്ളുകയും അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തപ്പോൾ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തേക്കും അവരെ ആവശ്യക്കാരായി തീർന്നു. ഇന്ന് നാം എവിടെയെങ്കിലും ചെന്നാൽ നമ്മെ ആട്ടി ഓടിക്കുകയും എറിഞ്ഞോടിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ഉള്ളതെങ്കിൽ അവർ അങ്ങനെ ആയിരുന്നില്ല. അവരെ മാറ്റി തീർത്തത് പ്രവാചക ചര്യയും വിശുദ്ധ ഖുർആനിൻ്റെ ഉപദേശങ്ങളുമായിരുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ വിശ്വാസിനികളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാം നാളെ നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മോട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരു ചോദ്യം വഅൻ മാലിഹി മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ എന്നായിരിക്കും. നിന്റെ കയ്യിൽ കുറച്ച് പൈസ ഞാൻ തന്നിരുന്നല്ലോ, നീ അതിനെ എങ്ങനെ ഉപയോഗിച്ചു, പൈസ നീ എങ്ങനെ ഉണ്ടാക്കി എന്നതും കൂടി ആയിരിക്കും. ആദമിൻ്റെ മകൻ്റെ കാലെടുത്തു മാറ്റാൻ റബ്ബ് സമ്മതിക്കൂല. ഒരു5 കാര്യത്തെപ്പറ്റി ചോദിച്ച് അതിന് വ്യക്തമായ മറുപടി ഇങ്ങോട്ട് കിട്ടണം. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാവാൻ ഒരു നിർവാഹവുമില്ല. ഒരു കൈക്കൂലിയും അവിടെ സ്വീകാര്യമല്ലല്ലോ. കൈക്കൂലി കൊടുക്കാൻ ഇവൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഉടുതുണി പോലും ഇല്ലാതെ നിൽക്കുന്നവൻ്റെ കയ്യിൽ എന്തു കൊടുക്കാനുണ്ട്? നന്മകൾ മാത്രമല്ലാതെ വേറൊന്നുമില്ല. അതിൽ ചോദിക്കുന്ന ചോദ്യം നീ എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ അത് തുലച്ചു എന്നതായിരിക്കും. ആർഭാടത്തിനു വേണ്ടിയും ദൂർത്തിനു വേണ്ടിയും, നിന്റെ വീട് പൊളിച്ച് മോടി കൂട്ടാൻ വേണ്ടിയും, അല്ലെങ്കിൽ വേറെ വീട് പണിത് ആളുകളുടെ മുമ്പിൽ ഞാൻ വലിയ സമ്പന്നനാണെന്ന് ധരിക്കാൻ വേണ്ടിയും, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ മകളുടെ വിവാഹം ഇന്നാട്ടിലെ അല്ലെങ്കിൽ ഏത് നാട്ടിലെ ആണെങ്കിലും ഏറ്റവും കേമമായിരുന്നു എന്ന് ആളുകൾ പറയാൻ വേണ്ടിയും, എൻ്റെ കാറാണ്, എൻ്റെ വാഹനമാണ് ഏറ്റവും മുന്തിയത്, അതിൽ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ആളുകൾ ധരിക്കാൻ വേണ്ടിയും, എൻ്റെ വീട്ടിൽ കഴിക്കുന്നത് ഇന്നിന്ന രീതിയിലുള്ളതാണ് എന്നൊക്കെ ആളുകൾ പറയാൻ വേണ്ടിയും ധരിക്കാൻ വേണ്ടിയും ഒക്കെ ആയിരുന്നുവെങ്കിൽ, അല്ല ഇതിനാണ് നീ ചെലവഴിച്ചതും നീ സമ്പാദിച്ചതുമെങ്കിൽ, തീർച്ചയായും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ സമാധാനം പറയാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, അള്ളാഹു പറഞ്ഞതുപോലെ ഫഖദ് ഹവാ, അവൻ നശിച്ചത് തന്നെയാണ്. അവനെ അള്ളാഹു ഉപമിക്കുന്നത് വൈന ഫിർഔന ലആലിം ഫിൽ അർദ്, ഭൂമിയിൽ അഹങ്കരിച്ചവനായിരുന്നു എല്ലാ നിലയിലും. ആര്? ഫിർഔൻ. വൈനഹു ലമിനൽ മുസ്രിഫീൻ, അവൻ ധൂർത്തനായിരുന്നു. ധൂർത്തനെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. വന്നത് വന്നു,
ഈ ക്ഷീണം നമുക്ക് മാറ്റിയെടുക്കാൻ നാം ഒരു പ്രതിജ്ഞയെടുത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും അത് നാം കഴിവിൻ പരമാവധി അത്യാവശ്യ വസ്തുക്കൾ മാത്രത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി നാം മുന്നോട്ട് പോയാൽ അള്ളാഹു പറഞ്ഞതുപോലെയാണെങ്കിൽ തീർച്ചയായും നാം രക്ഷപ്പെടും. വളർച്ച ഇനിയും അള്ളാഹു തരും. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് ഇതെല്ലാം, സമ്പത്ത് തരുന്നതും സമ്പത്ത് തരാതിരിക്കുന്നതും. വയറ് നിറയെ ഭക്ഷണം കഴിക്കുക എന്നത് ഇസ്ലാമേ അല്ല. നമ്മുടെയൊക്കെ വീടുകളിലും കല്യാണ വീടുകളിലുമൊക്കെ എത്രയോ അധികം വേസ്റ്റുകളാണ് ഭക്ഷണം തന്നെ നാം തള്ളിക്കളയുന്നത്. വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, മോശക്കാരനായ നിലയിൽ പരിചയപ്പെടുത്തുന്നു. മനുഷ്യൻ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ വച്ച് ഏറ്റവും മോശം പാത്രം തൻ്റെ വയറാണ് എന്നാ റസൂൽ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ ആത്മാവ് നിലനിൽക്കാൻ അഥവാ തൻ്റെ മുതുക് നേരെ നിൽക്കാൻ പറ്റുന്ന അത്രയും കഴിച്ചാൽ മതി എന്ന ആദ്യത്തെ ഉപദേശം. പിന്നെ നബി പറഞ്ഞു, നിർവാഹമില്ലെങ്കിൽ മൂന്നാക്കിക്കോ. ഒരു ഭാഗം ഭക്ഷണം, ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം എയറിനു വേണ്ടിയും വായുവിന് വേണ്ടി. ഇത് വെള്ളത്തിനും വായുവിനും പോലും സ്ഥലം കൊടുക്കാത്ത നിലയിൽ മുഴുവനായി നാം ഭക്ഷണം കഴിക്കുന്നു. കുലു വഷ്റബു വലാ തുസ്രിഫു. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഇന്നല്ലാഹ ജമഅ തിബ്ബ ഫീ നിസ്ഫി ഹാദിഹിൽ ആയ യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്ന ആയത്തിൻ്റെ പകുതിയിൽ അള്ളാഹു നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ആശുപത്രിയെയും അള്ളാഹു ഉൾപ്പെടുത്തി. കാരണം ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. വലാ തുസ്രിഫു, നിങ്ങൾ വയറ് നിറച്ച് കഴിക്കരുത്, അമിതമായി കഴിക്കരുത് എന്ന ഒറ്റ വാക്കിൽ നിന്ന് തന്നെ. ഈജിപ്തിലെ മുഖൗക്കിസ് രാജാവ് റസൂലിൻ്റെ അടുക്കലേക്ക് 3 സംഭാവന കൊടുത്തയച്ചു. ഒരടിമ സ്ത്രീ, നല്ല അത്തറ്, നല്ലൊരു ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യൻ, അന്നത്തെ കൊട്ടാര വൈദ്യൻ. അത്തറും അടിമ സ്ത്രീയെയും സ്വീകരിച്ച പ്രവാചകൻ മുഖൗക്കിസ് രാജാവിൻ്റെ ആളുകളോടൊപ്പം തന്നെ കൊട്ടാര ഡോക്ടറെ, വൈദ്യരെ തിരിച്ചയച്ചു. റസൂലിനോട് സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, വൈദ്യനല്ലേ വേണ്ടത്, അതും പ്രത്യേകിച്ച് രാജാവിൻ്റെ വൈദ്യൻ? റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ മുസ്ലിങ്ങളാണ്. നല്ല മറുപടിയാണ്, നമ്മൾ മുസ്ലിങ്ങളാണ്. നല്ല രീതിയിൽ വിശക്കാതെ നാം കഴിക്കൂല, കഴിച്ചാൽ നാം വയർ നിറയ്ക്കുകയില്ല. പിന്നെന്തിനാ നമുക്ക് വൈദ്യൻ, ഡോക്ടർ എന്നാ? സുബ്ഹാനല്ലാഹ്, എത്രയോ ഏത് കാലത്തിനും സൂട്ടാകുന്ന വാക്കല്ലേ അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മുസ്ലിങ്ങളാ, നല്ല രീതിയിൽ വിശക്കാതെ കഴിക്കൂല, കഴിച്ചാൽ വയറ് നിറയ്ക്കൂല, പിന്നെന്തിനാ നമുക്ക് വൈദ്യൻ എന്ന? അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രവാചകചര്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എല്ലാ മേഖലകളിലും നാം പ്രാവർത്തികം ആക്കിയെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ വദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി തങ്ങൾ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുക. ഫബസറുക യൗമ ഹദീദ്. നാളെ അല്ലാഹ് ചോദിക്കും, അല്ല നിന്റെ കണ്ണിനിപ്പോൾ ഇത്ര കാഴ്ച എന്താ, അന്നത് കണ്ടില്ലല്ലോ. ഖുർആനിലും പ്രവാചകചര്യയിലും നിനക്ക് നിന്റെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് നിന്റെ കണ്ണ് മൂടിയിരുന്നു, ഇന്ന് നീ ഇതെല്ലാം കാണുന്നു. ഫബസറുക യൗമ ഹദീദ്. നിന്റെ കണ്ണിന് ഇന്ന് എത്ര മൂർച്ചയാ, അതായത് എത്ര കാഴ്ചയാണുള്ളത്. ഫഇന്ന ദിക്റ, തീർച്ചയായും ഉപദേശം തൻഫഉൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അത് ഫലപ്പെടും, ഉപകാരപ്പെടും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിലും ഒരു മേഖലകളിലും നാം ധൂർത്തന്മാരാവരുത്. ആവശ്യമില്ലാത്തത് വസ്ത്രത്തിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും വാഹനത്തിലാണെങ്കിലും വീടിൻ്റെ കാര്യത്തിലാണെങ്കിലും
നാം ഉപയോഗിക്കരുത്, പെരുമാറരുത്. എല്ലാം ലളിതമായ നിലയിൽ നടത്തിക്കൊണ്ടു പോവുക. സ്വഹാബികൾ, പ്രവാചകന്മാരൊക്കെ വിവാഹിതരായതുപോലെ. എന്നാൽ തീർച്ചയായും നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ, നമ്മളുടെ മക്കളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. ഇന്ന് വിവാഹം നടക്കുന്നു, പക്ഷേ വിവാഹങ്ങളിൽ ബഹുഭൂരിഭാഗവും ആളുകളുമായി സംസാരിച്ച് കഴിയുമ്പോൾ പ്രശ്നത്തിലാണ്. എല്ലാവരും ബഹളത്തിലും പ്രശ്നത്തിലുമാണ്. ഇതെവിടെ നിന്നാണ് ഈ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത്? നമ്മൾ പറയും ഷുഗറിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഷറിൻ്റെ കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ലാതെ കഴിക്കണതാണ്. ഇത് മുഖേന വേറെ അസുഖം ഉണ്ടാവും നമുക്കറിയാം. പക്ഷെ സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ സൈഡ് എഫക്റ്റ് ഇവിടെയുണ്ട്. ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ നാം ഉൾക്കൊള്ളാതെയും ഉയർത്തിപ്പിടിക്കാതെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെയും മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം തന്നെ തകർന്നു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രവാചകചര്യയും മഹത്തുക്കളാകുന്ന സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ജീവിതം കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി എല്ലാ മേഖലകളിലും ആ നിലയിലായി മാറാൻ അല്ലാഹു നമ്മെയും എല്ലാ മുസ്ലിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها വലഹും അഈനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു, ഒരുപാട് മനുഷ്യന്മാരെയും ജിന്നുകളെയും നാം ജഹന്നമിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. അവരുടെ അടയാളം ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, എത്ര പറഞ്ഞാലും അവർ മനസ്സിലാക്കൂല. വലഹും അഈനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുണ്ട്, എത്ര ഉപദേശിച്ചാലും ആ കണ്ണുകൊണ്ട് അവർ സത്യം കാണൂല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവിയുണ്ട്, പക്ഷേ നന്മയുടെ ഉപദേശങ്ങളൊന്നും ആ ചെവിയിലേക്ക് അവർ കേൾക്കുകയില്ല. ഉലൈക കൽ അൻആം, അവരാണ് മൃഗം, അല്ല ബൽഹും അളൽ, വളരെ മോശക്കാർ. സഹോദരങ്ങളെ, ഈ കൂട്ടത്തിൽ നാം ആകാതിരിക്കുക. നമുക്കൊക്കെ ചെവിയുണ്ട്, കണ്ണുണ്ട്, നമുക്കൊക്കെ ഹൃദയങ്ങളുണ്ട്. നമ്മുടെ ഹൃദയം കേൾക്കുന്ന കാര്യത്തെ ഹൃദയത്തിൽ ഇറക്കി മനസ്സിലാക്കി നമ്മുടെ അവയവങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവരാവണം. നമ്മുടെ ചെവിയും നമ്മുടെ കണ്ണുകളും സത്യത്തെ കാണാനും കേൾക്കാനും അതോടൊപ്പം തന്നെ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനും ആക്കി തീർക്കണം. ഇല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ മൃഗതുല്യരായി നാം മാറും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ദീൻ പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാബികൾ, അവരാണ് നമ്മുടെ മാതൃകാ പുരുഷന്മാർ. എല്ലാ മേഖലകളിലും അവർ നമുക്ക് മാതൃകയുണ്ട്. എങ്ങനെയൊക്കെ സമ്പത്ത് ചെലവഴിക്കണം, എങ്ങനെ സമ്പാദിക്കണം, ഏതെല്ലാം മേഖലകളിൽ ചെലവഴിക്കരുത്, ഇതെല്ലാം അവരുടെ കൃത്യമായ രേഖകളിലുണ്ട്. അവർ അത് നബിയിൽ നിന്നും പഠിച്ചതാണ്. നബി അള്ളാഹുവിൻ്റെ വ്യക്തമായ ഉപദേശങ്ങളോടുകൂടി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. ലോകത്തിൻ്റെ അവസാനം വരെ ഈ കലിമ അംഗീകരിക്കുകയും റസൂലിനെ റസൂലായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും ബാധ്യതയുമാണെന്ന് മാത്രമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന റിസാലത്തിനെ
ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലും നമുക്ക് ബാധ്യതയും ഉത്തരവാദിത്തപ്പെട്ടതുമാണ്. ഇല്ലെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന റിസാലത്തിനെ നാം ഉൾക്കൊണ്ടവരാവുകയില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് റിസാലത്തിനെയും ലാ ഇലാഹ ഇല്ലല്ലാഹയെയും പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും മനസ്സിലാക്കി നാവുകൊണ്ട് പറയുന്നതല്ല, പ്രവൃത്തിയിലൂടെ തന്നെ കൊണ്ടുവരണം. മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ കുറേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം? അവൻ്റെ ഹൃദയത്തിൽ പല പല ധാരണകളും പല പല വിശ്വാസങ്ങളും പല പല പ്രവർത്തികളും ഒക്കെയാണ് അവൻ്റെ ഹൃദയത്തിൽ അവൻ വച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയും മുഹമ്മദുർ റസൂലുള്ളാഹിയും നാം ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു മുസ്ലിമായി നാം മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അള്ളാഹു വാക്ക് തരുന്നു, നമ്മെ എതിർക്കാനോ നമ്മുടെ മെക്കിട്ട് കയറാനോ നമുക്കെതിരിൽ സംസാരിക്കാനോ ഒരാളുടെ നാവും അള്ളാഹു പൊന്തിക്കാൻ അള്ളാഹു സമ്മതിക്കുകയില്ല. അള്ളാഹു ആ നിലയിൽ നല്ല മനുഷ്യന്മാരായി നല്ല മാതൃകയുള്ള മുസ്ലിങ്ങളായി മാറാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ.